മക്കളെ, കുരുക്ഷേത്ര യുദ്ധത്തിലെ 8-ാം ദിവസത്തെ സംഭവങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ദുര്യോധനനോട് സത്യം ചെയ്തതുപോലെ ഭീഷ്മർ പാണ്ഡവ സൈന്യത്തെ ഒറ്റയ്ക്ക് നേരിട്ട് ആയിരക്കണക്കായ സൈനികരെ കൊന്നൊടുക്കി. അർജുനനെ യുദ്ധത്തിൽ ഭീഷ്മർ ശിക്ഷിക്കുന്നത് കണ്ട് കോപാകുലനായ ശ്രീകൃഷ്ണൻ രഥം ഉപേക്ഷിച്ച് ചമ്മട്ടിയുമെടുത്ത് ഭീഷ്മരെ നേരിടാൻ പോകുന്നത് കണ്ടപ്പോൾ അർജുനൻ ഭഗവാനെ തടയുകയും അദ്ദേഹത്തെ സമാധാനിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ശ്രീകൃഷ്ണൻ തേരിലേക്ക് മടങ്ങി വന്ന് വീണ്ടും പാർത്ഥൻ്റെ സാരഥിയായി. 8-ാം ദിവസത്തെ കൗരവ പാണ്ഡവ യുദ്ധം അവസാനിപ്പിച്ച് സൈനികരെല്ലാവരും ശിബിരങ്ങളിലേക്ക് മടങ്ങുവാൻ തുടങ്ങുന്നിടത്താണ് നമ്മൾ കഥ പറഞ്ഞ് നിർത്തിയത്. എന്നാൽ സൂര്യാസ്തമയം ആയെങ്കിലും ഭീഷ്മർ ആരെയും പോകാൻ അനുവദിച്ചില്ല. അദ്ദേഹം പാണ്ഡവ സൈന്യത്തിലെ മഹാരഥന്മാരെ തേടിപ്പിടിച്ച് ശിക്ഷിക്കുവാൻ തുടങ്ങി. സോമക രാജാക്കന്മാർ ഭീഷ്മരുടെ കയ്യൂക്കിൽ വലിയ ദുരന്തങ്ങളെ നേരിട്ടു. പിതാമഹൻ്റെ പരാക്രമം കണ്ടപ്പോൾ ദുര്യോധനൻ വളരെയേറെ സന്തോഷിച്ചു. പക്ഷേ പാണ്ഡവർ യുദ്ധം നിർത്തിവെച്ചു. അപ്പോഴാണ് പാണ്ഡവ സൈന്യത്തിന് ഒരല്പം ആശ്വാസം ലഭിച്ചത്. കൗരവ സൈന്യം ഭീഷ്മരുടെ രണവീര്യത്തെ പാടിപ്പുകഴ്ത്തി. അത് കേട്ട് സന്തോഷത്തോടെയാണ് ഭീഷ്മർ ശിബിരത്തിലേക്ക് മടങ്ങിയത്. പടകുടീരത്തിൽ മടങ്ങിയെത്തിയെങ്കിലും യുധിഷ്ഠിരൻ വിശ്രമിച്ചില്ല. അദ്ദേഹം സൃഞ്ജയന്മാരെയും വൃഷ്ണികളെയും വിളിച്ചു വരുത്തി യുദ്ധം ജയിക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ച് വിശദമായി ആലോചനകൾ നടത്തി. യുധിഷ്ഠിരൻ ശ്രീകൃഷ്ണനോട് ചോദിച്ചു, കൃഷ്ണ, ഭീഷ്മപിതാമഹൻ്റെ ആയുധപരാക്രമം അങ്ങ് കാണുന്നില്ലേ? ഇന്ദ്രനോ വരുണനോ യമനോ യുദ്ധത്തിന് വന്നാൽ നമുക്ക് ജയിക്കാം. പക്ഷേ പോർക്കലി പൂണ്ട ഭീഷ്മരെ നേരിടുക അസാധ്യം. അദ്ദേഹത്തോട് യുദ്ധത്തിന് പുറപ്പെട്ടത് തന്നെ ബുദ്ധിമോശമായിപ്പോയി. കൃഷ്ണ, ഈ യുദ്ധം തുടരാനുള്ള ത്രാണി നമ്മുടെ സൈന്യത്തിനില്ല. കാട്ടിലെങ്ങാനും പോയി സ്വസ്ഥമായി ജീവിക്കാമെന്നാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. എന്നോടുള്ള സ്നേഹം നിമിത്തം ദ്രൗപദിയും എൻ്റെ സഹോദരന്മാരും വനവാസമടക്കമുള്ള ദുരിതങ്ങൾ ധാരാളം അനുഭവിച്ചു. ഇനിയും സ്വസ്ഥമായ ഒരു ജീവിതം തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. സ്വന്തം ദുഷ്പ്രവർത്തിക്ക് വിധിയെ പഴിച്ചിട്ട് കാര്യമില്ലല്ലോ. ഞങ്ങളിനി എന്താണ് ചെയ്യേണ്ടത്? അങ്ങയുടെ ഉപദേശം മാത്രം മതി എനിക്ക്. ശ്രീകൃഷ്ണൻ പറഞ്ഞു, ധർമ്മജ, അങ്ങ് വിഷമിക്കരുത്. അങ്ങയുടെ അനുജന്മാർ ശൂരന്മാരായ യോദ്ധാക്കളാണ്. അവർക്ക് അങ്ങയുടെ ശത്രുക്കളെ തോൽപ്പിക്കുവാൻ കഴിയും. ഇത് കേട്ട് യുധിഷ്ഠിരൻ പറഞ്ഞു, കൃഷ്ണ, ഭീഷ്മർ നിൽക്കുന്നിടത്തേക്ക് നോക്കാൻ പോലും ഭയമായിരിക്കുന്നു. അദ്ദേഹം പാണ്ഡവ സൈന്യത്തെ കൂട്ടത്തോടെ സംഹരിക്കുന്നത് അങ്ങ് കാണുന്നില്ലേ? അപ്പോൾ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരനോട് പറഞ്ഞു, രാജാവേ, പാണ്ഡവരോട് എനിക്കുള്ള സ്നേഹം നോക്കിയാൽ എനിക്ക് ഭീഷ്മരോട് യുദ്ധം ചെയ്യാൻ കഴിയും. അദ്ദേഹത്തിനെതിരെ ആയുധമെടുക്കാൻ എനിക്ക് മടിയുമില്ല. അങ്ങേക്ക് ആവശ്യമുള്ളതെന്തും ഞാൻ ചെയ്തു തരാം. അർജുനന് ഭീഷ്മരോട് യുദ്ധം ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഞാൻ തന്നെ ഭീഷ്മരെ വെല്ലുവിളിക്കാം. അദ്ദേഹത്തെ തോൽപ്പിച്ച് വിജയം നേടുകയും ചെയ്യാം. ഒരു കാര്യം ഉറപ്പാണ്, ഭീഷ്മരെ വധിച്ചല്ലാതെ ഈ യുദ്ധത്തിൽ നിങ്ങളൊരു വിജയം സ്വപ്നം കാണുക തന്നെ വേണ്ട. എനിക്ക് ഭീഷ്മരോട് യുദ്ധം ചെയ്യുന്നതിനോ അദ്ദേഹത്തെ വധിക്കുന്നതിനോ ഒരു മടിയുമില്ല. കാരണം ഇത് പാണ്ഡവരുടെ വിജയത്തിന് വേണ്ടിയുള്ള യുദ്ധമാണ്. നിങ്ങളെല്ലാവരും എൻ്റെ ബന്ധുക്കളും പാർത്ഥൻ എൻ്റെ ചങ്ങാതിയും ശിഷ്യനുമാണ്. എപ്പോഴായാലും എൻ്റെ സംരക്ഷണത്തിനായി അവനുണ്ടാകുമെന്ന് ശപഥം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞാനും അവൻ്റെ ഒപ്പമുണ്ടാകും. അതിനാൽ യുദ്ധം ചെയ്യുന്നതിൽ എനിക്ക് ഒരു അഭിപ്രായ വ്യത്യാസമില്ല. പണ്ട് ഉപപ്ലവ്യത്തിൽ വെച്ച് ഭീഷ്മരെ വധിക്കുമെന്ന് പാർത്ഥൻ ശപഥം ചെയ്തിട്ടുണ്ട്. അത് നിറവേറ്റി കൊടുക്കേണ്ടത് എൻ്റെയും ചുമതലയാണ്. അർജുനൻ എന്താജ്ഞാപിച്ചാലും ഞാനത് നിറവേറ്റും. അല്ലെങ്കിൽ തന്നെ ഭീഷ്മരെ വധിക്കുന്നതൊരു വലിയ കാര്യമല്ല. അർജുനൻ മനസ്സ് വച്ചാൽ ആ കൃത്യം നിർവഹിക്കാവുന്നതേ ഉള്ളൂ. യുധിഷ്ഠിരൻ പറഞ്ഞു, വാസുദേവ, അങ്ങ് സർവശക്തനാണ്. അങ്ങ് വിചാരിച്ചാൽ നടക്കാത്തതായി ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല. കൗരവരുടെ എല്ലാ സൈന്യങ്ങളും ഒത്തുചേർന്നാലും അങ്ങയെ തടയാൻ കഴിയില്ല. അങ്ങയുടെ സഹായമുണ്ടെങ്കിൽ ഇന്ദ്രാദി ദേവകളെപ്പോലും ഞങ്ങൾ ജയിക്കും. പക്ഷേ എൻ്റെ മാനം കാക്കാൻ വേണ്ടി അങ്ങ് ചെയ്ത പ്രതിജ്ഞയ്ക്ക് ലംഘനം സംഭവിക്കാൻ പാടില്ല. കുരുക്ഷേത്രത്തിൽ ആയുധം തൊടുകയില്ലെന്ന് അങ്ങ് പ്രതിജ്ഞ ചെയ്തതല്ലേ? അങ്ങ് യുദ്ധത്തിലൊന്നും പങ്കെടുക്കാതെ ഞങ്ങൾക്കൊപ്പം ഇരുന്നാൽ മാത്രം മതി. ഭീഷ്മപിതാമഹൻ ഒരിക്കലും എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയില്ലെന്ന് മുമ്പ് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും എനിക്കാവശ്യമായ ഹിതോപദേശങ്ങൾ അദ്ദേഹം നൽകുന്നുമുണ്ട്. ആ നിലയ്ക്ക് നാം അദ്ദേഹത്തെ ചെന്ന് കണ്ട് അദ്ദേഹത്തെ യുദ്ധത്തിൽ ജയിക്കാനുള്ള ഉപായം എന്താണെന്ന് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. ആ ഉപദേശം പോലെ നമുക്ക് പ്രവർത്തിക്കാം. കൃഷ്ണ, ഭീഷ്മർ ഞങ്ങളുടെ പിതാവിൻ്റെ പിതാവിന് സമമാണ്. അദ്ദേഹത്തിൻ്റെ വധമാണ് നമുക്കിപ്പോൾ അനിവാര്യമായിരിക്കുന്നത്. ക്ഷത്രിയധർമ്മം എത്ര നീചമാണ്!
അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ധർമ്മജ, അങ്ങിപ്പോൾ പറഞ്ഞ പദ്ധതി എനിക്ക് വളരെ ഇഷ്ടമായി. സത്യവാക്കായ അങ്ങയോട് അദ്ദേഹത്തിന് ഏറെ താൽപ്പര്യവുമുണ്ട്. ആ സ്ഥിതിക്ക് അങ്ങ് ചോദിച്ചാൽ ഭീഷ്മർ സത്യമേ പറയൂ. അതുകൊണ്ട് അദ്ദേഹത്തെ നേരിട്ട് കണ്ട് ആ ഉപായം നമുക്ക് ചോദിക്കാം. അദ്ദേഹത്തിൻ്റെ ഉപദേശമനുസരിച്ച് യുദ്ധവും ചെയ്യാം. ആയുധങ്ങളും രക്ഷാകവചങ്ങളും എല്ലാം അഴിച്ചു വെച്ച് എല്ലാ പാണ്ഡവരും ശ്രീകൃഷ്ണൻ്റെ ഒപ്പം ഭീഷ്മരുടെ പാളയത്തിലേക്ക് ചെന്നു. എല്ലാവരും കൂടി ഭീഷ്മരുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, പിതാമഹ, ഇനി അവിടുന്ന് മാത്രമാണ് ഞങ്ങൾക്കൊരു സഹായമായിട്ടുള്ളത്. ഇത് കേട്ട് അദ്ദേഹം തെല്ലൊരാകാംക്ഷയോടെ എല്ലാവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു, കൃഷ്ണ, സർവശക്തനായ അവിടുത്തേക്ക് കഴിയാത്തതായി ഒന്നുമില്ല. നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ധർമ്മജ, നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്തു തന്നെ ആയാലും ചോദിച്ചുകൊള്ളൂ. യുധിഷ്ഠിരൻ വീണ്ടും ഭീഷ്മരെ കുമ്പിട്ട് തൊഴുതുകൊണ്ട് പറഞ്ഞു, മഹാബാഹു, ഈ യുദ്ധഭൂമിയിൽ അങ്ങയെ വെല്ലാൻ ആരുമില്ല. അങ്ങ് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ യുദ്ധധർമ്മം പാലിക്കുകയും ചെയ്യുന്നു. പാണ്ഡവ സൈന്യം നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കനിവുണ്ടായി പറഞ്ഞു തരൂ പിതാമഹ, അവിടുത്തെ വിജയിക്കാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങളുടെ രാജ്യം വീണ്ടെടുക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ഭീഷ്മർ അക്ഷോഭ്യനായി പറഞ്ഞു, യുധിഷ്ഠിര, ഞാൻ ജീവിച്ചിരിക്കുവോളം നിങ്ങൾക്ക് വിജയം അപ്രാപ്യമാണ്. നിങ്ങൾക്ക് വിജയം ലഭിക്കണമെങ്കിൽ എന്നെ വധിക്കൂ. എന്നെ വധിക്കുവാൻ ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്കൊരു പുണ്യലോപവും സംഭവിക്കില്ല. ഞാൻ മരിക്കുന്നതോടെ കൗരവർ എല്ലാവരും മരിച്ചു എന്ന് തന്നെ കരുതിക്കൊള്ളുക. അതിനാൽ അതാകട്ടെ നിങ്ങളുടെ അടുത്ത ഉദ്യമം. അപ്പോൾ യുധിഷ്ഠിരൻ ചോദിച്ചു, മഹാബാഹു, ഇന്ദ്രനെയോ വരുണനെയോ യമധർമ്മരാജാവിനെയോ യുദ്ധത്തിൽ തോൽപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയും. എന്നാൽ പോർക്കലി ആവാഹിച്ച അങ്ങയെ ഇന്ദ്രനോ ദേവന്മാർക്കോ അസുരന്മാർക്കോ പോലും അടക്കുവാൻ കഴിയില്ല. ഭീഷ്മർ പറഞ്ഞു, കൗന്ദയ, ശരിയാണ് നീ പറഞ്ഞത്. എന്നെ പരാജയപ്പെടുത്താൻ ആർക്കുമാവില്ല. പക്ഷേ ഞാൻ യുദ്ധം നിർത്തി ആയുധം താഴെ വെച്ചാൽ നിങ്ങളിൽ ആർക്ക് വേണമെങ്കിലും എന്നെ വധിക്കാം. ആയുധം താഴെ വെച്ചവൻ, നിലം പതിച്ചവൻ, പോർച്ചട്ട നഷ്ടപ്പെട്ടവൻ, ഓടിപ്പോകുന്നവൻ, തേർക്കൊടി താഴ്ത്തിയവൻ, അഭയം അർത്ഥിച്ചവൻ, സ്ത്രീകൾ, സ്ത്രീനാമമുള്ളവർ, ലോകനിന്ദ നേടിയവർ തുടങ്ങിയവരോട് പൊരുതാൻ ഞാൻ തയ്യാറാകില്ല. നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ശിഖണ്ഡി ആദ്യം സ്ത്രീയായിരുന്നവനാണ്. പിന്നീടാണ് അവൻ പുരുഷനായത്. അവന് നേരെ ഞാൻ ആയുധമെടുക്കില്ല. ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് അർജുനൻ എന്നോട് യുദ്ധം ചെയ്യട്ടെ. ശിഖണ്ഡി മുന്നിൽ നിൽക്കുന്നിടത്തോളം കാലം എൻ്റെ കയ്യിലെ ഒരായുധവും ഞാൻ പ്രയോഗിക്കുകയില്ല. ഈ അവസരത്തിൽ പാർത്ഥൻ എൻ്റെ നേർക്ക് ശരങ്ങൾ പ്രയോഗിക്കട്ടെ. അയാൾ എന്നെ വീഴ്ത്തും. ഉണർവോടെ ഇരിക്കുന്ന എന്നെ വധിക്കാൻ കൃഷ്ണാർജുനന്മാർക്കേ കഴിയൂ. ധർമ്മജ, ഞാൻ പറഞ്ഞതുപോലെ ചെയ്യൂ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കൗരവരെ വിജയിക്കുവാൻ കഴിയൂ. പിതാമഹനെ വീണ്ടും വന്ദിച്ച് പാണ്ഡവർ മടങ്ങിപ്പോരും വഴി അർജുനൻ കൃഷ്ണനോട് പറഞ്ഞു, കൃഷ്ണ, ഞാനാകെ വിഷമസന്ധിയിലാണ്. ബാല്യത്തിൽ ഞാൻ പിതാമഹൻ്റെ മടിത്തട്ടിലാണ് കളിച്ചിരുന്നത്. എൻ്റെ ശരീരത്തിലെ അഴുക്കും പൊടിയുമെല്ലാം ഞാൻ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ പുരട്ടിയിട്ടുണ്ട്. ആ മടിത്തട്ടിലിരുന്ന് അദ്ദേഹത്തെ ഞാൻ അച്ഛാ എന്ന് വിളിച്ചിട്ടുണ്ട്. ഞാൻ നിൻ്റെ അച്ഛനല്ല, അച്ഛൻ്റെ അച്ഛനാണ് എന്ന് അദ്ദേഹം തിരുത്തിയിട്ടുമുണ്ട്. അത്രമേൽ കരുതൽ ഞങ്ങളോട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. എനിക്കാവില്ല അദ്ദേഹത്തോട് യുദ്ധം ചെയ്യാൻ. എൻ്റെ വിജയപരാജയങ്ങൾ എനിക്ക് വിഷയമേ അല്ല. അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നുമില്ല. എനിക്ക് ഭീഷ്മപിതാമഹനോട് യുദ്ധം ചെയ്യാൻ ആവില്ല. ഇത് കേട്ടപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, പാർത്ഥ, അപ്പോൾ നിൻ്റെ പ്രതിജ്ഞ എന്താകും? ഭീഷ്മരെ വധിക്കുമെന്ന് നീ പ്രതിജ്ഞ ചെയ്തിട്ടുള്ളതല്ലേ? ഭീഷ്മർ രഥത്തിൽ തുടരുവോളും യുദ്ധം നിങ്ങൾക്ക് പരാജയമായിരിക്കും. പാർത്ഥ, ഭീഷ്മരുടെ അവസാനമായിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പരലോക പ്രവേശം കാത്തിരിക്കുകയാണ് സ്വർഗവാസികൾ. അതിനെ വ്യതിചലിപ്പിക്കാൻ ആരാലും കഴിയില്ല. നിന്നേക്കാൾ വീരനോ വൃദ്ധനോ സദ്ഗുണസമ്പന്നനോ ആരു തന്നെ ആയാലും വധിക്കാനുള്ള ഉദ്ദേശത്തോടെ നേർക്കുനേർ വരുമ്പോൾ അയാളെ വധിക്കാതെ മറ്റൊരു മാർഗവുമില്ല. ഇതാണ് എൻ്റെ അഭിപ്രായം. അർജുനൻ പറഞ്ഞു, കൃഷ്ണ, അങ്ങനെയാണെങ്കിൽ ഞാനത് ചെയ്യാം. പക്ഷെ നേരിട്ടല്ല. ശിഖണ്ഡി എൻ്റെ മുന്നിൽ നിൽക്കട്ടെ. അവനെ കാണുമ്പോഴൊക്കെ പിതാമഹൻ ഗതിമാറിപ്പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവൻ മുന്നിലെത്തിയാൽ ഭീഷ്മർ ആയുധം ഉപേക്ഷിക്കും. മറ്റു രാജാക്കന്മാർ അദ്ദേഹത്തിൻ്റെ രക്ഷയ്ക്കെത്താതെ ഞാൻ നോക്കിക്കൊള്ളാം. ആ സമയത്ത് ശിഖണ്ഡി ഭീഷ്മരെ വധിക്കട്ടെ. ഈ തന്ത്രം ഉറപ്പിച്ച് പാണ്ഡവർ ശ്രീകൃഷ്ണനോടൊപ്പം ശിബിരത്തിലേക്ക് പോയി. കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം.